ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഈ GDP കോമ്പൻസേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അലോട്ട്മെൻറ്റുകളുടെ കാര്യം നോക്കിയാലും പദ്ധതികളുടെ പോളിസികളുടെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കിയാലും ഒക്കെ നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ പരിഗണിച്ചതുപോലെ ഒരു സർക്കാരും ചരിത്രത്തിൽ കേരളത്തെ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഏറ്റവും അവസാനം പറഞ്ഞ ഉദാഹരണം മാത്രം എടുക്കാം. വയനാടിൻ്റെ കാര്യത്തിൽ കേരളത്തിന് ഒന്നും തന്നില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ വാദം ഹൈക്കോടതിയിൽ തന്നെ പൊളിഞ്ഞു പോയിട്ടുള്ളതാണ്. കേരള സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് വയനാട് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ അവിടെ ധനസഹായം അനുവദിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിലെന്താണ് ചെയ്യുക? ആദ്യഘട്ടത്തിലുള്ള എല്ലാ ദുരിതാശ്വാസങ്ങളും ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്നാണ്, SDRF നിന്നാണ്.